ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. LP UP തലങ്ങളിൽ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു മാസം LP UP ടീച്ചർക്ക് എല്ലാ ഡിഡക്ഷനും കഴിച്ച് എത്ര ശമ്പളം ഒരു ടീച്ചറുടെ കൈവശം ലഭിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ LP UP സ്കൂളിൽ ടീച്ചറാകുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാനുള്ളത്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതായത് LP തലങ്ങളിലും UP തലങ്ങളിലും ടീച്ചറാവുക എന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. LP സ്കൂൾ ടീച്ചറാകുവാനുള്ള ക്വാളിഫിക്കേഷൻ, UP സ്കൂൾ ടീച്ചറാകുവാനുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് LP തലങ്ങൾ, അതായത് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ടീച്ചറാകുവാൻ നിലവിലത്തെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. +2-ൻ്റെ കൂടെ അതായത് TTC അതായത് DLED കോഴ്സാണ്. ഇനി UP ക്ലാസ്സുകൾ, അതായത് 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ അധ്യാപകരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതായത് +2 TTC അതായത് DLED അല്ലെങ്കിൽ ഡിഗ്രി +B.Ed അതാണ് ക്വാളിഫിക്കേഷൻ. ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും KTET 2 ക്വാളിഫൈഡ് ആയിരിക്കണം. അതായത് KTET 1 LP തലങ്ങളിലും KTET 2 UP തലങ്ങളിലും. ഇനി DTCയുടെ കൂടെ KTET 1 ഉണ്ടെങ്കിൽ അവർക്ക് UP സ്കൂൾ ടീച്ചർ ആകുവാൻ കൂടിയുള്ള ക്വാളിഫിക്കേഷനാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇനി എത്രയാണ് ശമ്പളം, അതായത് നമ്മൾ ബേസിക് പേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഒരു മാസ ശമ്പളം 35,600 മുതൽ 75,600 വരെയാണ് ഒരു LP UP സ്കൂൾ ടീച്ചറുടെ സാലറി. അപ്പോൾ ഈ 35,600 മുതൽ 75,600 വരെ ഉദ്യോഗാർത്ഥികൾക്ക്, അത് ടീച്ചർക്ക് കൃത്യമായിട്ടൊരു മാസം ശമ്പളം കിട്ടുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് എന്നാൽ ഒരു മാസത്തെ ശമ്പളം ഈ പറയുന്ന അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് ഒരുപാട് ഡിഡക്ഷനും കൂടി കഴിച്ചാണ് നമുക്ക് ഒരു മാസം ശമ്പളം കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽഡ് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് LPയിലും UPയിലും സെയിം സാലറിയാണ്. അത് 35,600 മുതൽ 75,600 വരെയാണ്. ഇനി ക്വാളിഫിക്കേഷൻ സംബന്ധമായിട്ട് അപ്ഡേറ്റുകളൊക്കെ ചോദിച്ചിരുന്നു. അത് 2030 വരെയുള്ള അപ്ഡേറ്റ് പ്രകാരം നിലവിൽ LP തലങ്ങളിൽ TTC തന്നെയാണ്, അത് DLED കോഴ്സ് തന്നെയാണ്. ഇനി UP തലങ്ങളിൽ നിർബന്ധമായിട്ടും ഈ പറയുന്ന DLEDും അതേപോലെ തന്നെ B.Edും തന്നെയാണ്. ഇനി UP സ്കൂൾ തലങ്ങളിൽ B.Ed നിർബന്ധമാക്കിയിട്ടില്ല. അതായത് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം മാറ്റങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന B.Ed അല്ലെങ്കിൽ DLED തന്നെയാണ് ക്വാളിഫിക്കേഷൻ. മാത്രമല്ല ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ജോലി എന്ന് പറയുമ്പോൾ ടീച്ചർ, അതായത് സമൂഹത്തിൽ നമ്മുടെ നാടിനും സമൂഹത്തിനും കുടുംബത്തിനൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ സേവനം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഒരു ടീച്ചറാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ടീച്ചറാവുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ LPSA UPSA വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ച തസ്തികയ്ക്ക് വേണ്ടി ഒരുപാട് പേർ ആത്മാർത്ഥമായിട്ട് വളരെ കഠിന ശ്രമമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജൂൺ മുതൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളായിട്ടാണ് LPയുടെയും UPയുടെയും പരീക്ഷ നടക്കുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര ശമ്പളം കൂടി കിട്ടുമെന്ന് നമ്മൾ നോക്കാം. അപ്പോൾ കൃത്യമായിട്ട്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ ഉള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ടീച്ചർ തസ്തിക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ശമ്പളം കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ബേസിക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നോർമലായിട്ടുള്ള സാലറി 35,600 മുതൽ 75,600 വരെ ലഭിക്കുന്ന തസ്തികയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, LPSA UPSAയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് പേ 35,600 സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അതിൻ്റെ കൂടെ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്ന ഒരു മാസ ശമ്പളത്തിന് കൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത് DA, രണ്ടാമത് HR. അപ്പോൾ DA എന്ന് വെച്ചാൽ നമ്മൾ ക്ഷാമബത്ത എന്ന് മലയാളത്തിൽ പറയുന്ന, അതായത് DA ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ലഭിക്കുന്ന ആനുകൂല്യമാണ്. ബേസിക് പേയുടെ കൂടെ 7% ശമ്പളത്തിൻ്റെ 7% നമുക്ക് DA ആയിട്ട് ലഭിക്കും. അതായത് ഇവിടെ നമുക്ക് 2,492 അത് 35,600 7% 2,492 രൂപ DA ആയിട്ട് അഡീഷണലായിട്ട് ലഭിക്കുന്നതിന് ശമ്പളത്തിൻ്റെ കൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ് DAയും HR. ഇനി രണ്ടാമത്തെ HR എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ഹൗസ് റെൻറ്റ് അലവൻസ്. അപ്പോൾ ഈ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ, അതേപോലെ ഡിസ്ട്രിക്റ്റ്, അത് ജില്ലാ തലത്തിൽ, അതേപോലെ കോർപ്പറേഷൻ തലം. അതായത് നമ്മൾ നിങ്ങൾ ഇപ്പോൾ ടീച്ചറായിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ഒരു പഞ്ചായത്ത് തലത്തിൽ
പഞ്ചായത്തിൽ സ്കൂളാണെങ്കിൽ നമ്മുടെ ബേസിക് പേയുടെ സാലറിയുടെ 35,600 രൂപയുടെ 4% നമുക്ക് HRA ആയിട്ട് ലഭിക്കുക. എന്നാൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന സ്കൂളാണെങ്കിൽ 6%, ഇനി അത് ജില്ലാ തലത്തിൽ വരുന്ന 8%, അതേപോലെ തന്നെ കോർപ്പറേഷൻ പരിധിക്ക് വരുന്നതാണ് 10%. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും, അതായത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിങ്ങളൊരു ഒരു ഹൗസ് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്വാഭാവികമായിട്ടും റെൻറ്റ് വളരെ കുറവായിരിക്കും. എന്നാൽ ഈ പറയുന്ന റെൻറ്റ് ഒരു കോർപ്പറേഷൻ പരിധിക്കുള്ളിലൊക്കെ വരുമ്പോൾ നമുക്ക് യാത്ര തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, യാത്ര ഉദാഹരണത്തിന് ബസ്, ട്രെയിൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് എക്സ്പെൻസ് വരുന്നതുകൊണ്ടാണ് HRA ഓരോ തലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്നത്. എന്നാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്നവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും യാത്രയൊക്കെ വളരെ ചുരുങ്ങിയ യാത്ര മാത്രം ചെയ്തുകൊണ്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ HRA വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്നവരാണെങ്കിൽ 4% നിങ്ങൾക്ക് HRA ലഭിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു സാലറിയുടെ സിസ്റ്റത്തിൽ HRA പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ HRA ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1,424 രൂപ നമുക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ HRA ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ശതമാനം വരുന്നതായിരിക്കും. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഒരു അടിസ്ഥാന ശമ്പളത്തിൻ്റെ കൂടെ, അതായത് 35,600 കൂടെ DAയും HRAയും ഈ പറഞ്ഞ 2 ആനുകൂല്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്ന ടീച്ചറാണെങ്കിൽ 39,516 രൂപ ഗ്രോസ് പേ ആയിട്ട് ഒരു മാസം ശമ്പളം ലഭിക്കുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, സാലറിയുടെ കൂടെ നമുക്കുള്ള ആനുകൂല്യങ്ങളായിട്ടുള്ള DAയും HRA. അപ്പോൾ നമുക്കൊരു സാലറിയുടെ കൂടെ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങൾ DAയും HRA ആയിരിക്കും. ഇനി ഈ HRA തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ വരികയാണെങ്കിൽ ടോട്ടൽ 39,516 കൂടെ, അതായത് ടോട്ടൽ 40,228 രൂപയും, അതുപോലെ ഡിസ്ട്രിക്ട് തലത്തിലാണെങ്കിൽ 40,940, ഇനി കോർപ്പറേഷൻ പരിധിക്കാണ് 41,652 രൂപയും. അതായത് HRAയുടെ വ്യത്യസ്തമായിട്ടുള്ള ശതമാനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു മാസം ലഭിക്കുന്നതിന്. അപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ടീച്ചർക്ക് ലഭിക്കുന്ന സാലറി നോട്ട് ചെയ്ത് നോക്കുക. അതായത് 39,516 രൂപ നമുക്ക് ആനുകൂല്യങ്ങൾ കൂടി നമുക്ക് ഒരു മാസത്തെ ശമ്പളമായിട്ട് നമുക്ക് ലഭിക്കും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു മാസത്തെ ശമ്പളം ഇത് മാത്രമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച്, അതായത് ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഡക്ഷൻ, അതായത് ഒരുപാട് കട്ടിങ്സ് കൂടി നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഒരു മാസം നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കട്ടിങ്സ് കൂടി കഴിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ശമ്പളം ലഭിക്കുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ സാലറി നേരത്തെ പറഞ്ഞ 39,516 രൂപ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു സ്കൂൾ അധ്യാപകർക്ക് ലഭിക്കുന്ന സാലറിയാണ്. ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമ്മൾ കട്ടിങ് ആയിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് നോക്കാം. നിർബന്ധമായിട്ട് അത് കട്ടിങ്സ് എന്ന് പറയുമ്പോൾ, ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ടും എല്ലാ അധ്യാപകരും, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാവരും നിർബന്ധമായിട്ടും ഗവൺമെൻറ് കൊടുക്കേണ്ട ഡിഡക്ഷൻ തന്നെയാണ് ഈ പറയുന്ന കാര്യം. ഇതിൽ നിന്ന് ആർക്കും ഒരു ഒഴിവും, അതായത് ഒരു ആനുകൂല്യം ലഭിക്കില്ല. കാരണം നിർബന്ധമായിട്ടും എല്ലാവരും കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഡിഡക്ഷൻ, അതായത് എന്തൊക്കെയാണ് കട്ടിങ്സ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഗ്രൂപ്പ് ഇൻഷുറൻസ്. അപ്പോൾ ഒരു LP UP സ്കൂൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും, അതായത് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഗ്രൂപ്പ് ഇൻഷുറൻസ്. അത് ഇവിടെ നമുക്ക് ഏകദേശം 800 രൂപയാണ് നമ്മൾ LP UP ഗ്രൂപ്പ് ഇൻഷുറൻസ് മാസത്തിൽ കട്ട് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, അത് 600 രൂപയാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം CPF, അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട്. അതായത് നമുക്ക് നേരത്തെ നമ്മുടെ ബേസിക് പേ 35,600 കൂടെ ഡിയർനെസ് അലവൻസ് ആയിട്ടുള്ള 2,492 കൂടി കൂട്ടിയതിന് ശേഷം അതിൻ്റെ 10% നമ്മൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ടായിട്ട് നമ്മൾ എല്ലാവരും കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 3,809 രൂപയാണ് 10%. അപ്പോൾ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ, റിട്ടയർഡ് ആകുന്ന സമയത്ത് അത് ഓരോ മാസവും നമുക്ക് 10% നമ്മുടെ സാലറിയിൽ നിന്ന് ഒരു ടീച്ചറും അതേപോലെ തന്നെ 10% ഗവൺമെൻറ് കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഏകദേശം ഒരു 23, 24, 25 വയസ്സിൽ ടീച്ചറായി സർക്കാർ ജോലിയോട്ട് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർഡ് ആവുന്ന സമയത്ത് ഒരു നല്ലൊരു തുക തന്നെ അവർക്ക് റിട്ടയർഡ് ആവുന്ന സമയത്ത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 10% നമുക്ക് ലഭിക്കുന്ന സമയത്ത് 10% സർക്കാർ കൂടി ഇടുന്ന സമയത്ത് നമുക്ക് ഭീമമായിട്ടുള്ളൊരു തുക തന്നെ നമ്മൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി റിട്ടയർഡ് ആകുന്ന സമയത്ത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ടിൻ്റെ 50% നമുക്ക് റിട്ടയർഡ് ആകുന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പിൻവലിക്കുവാനും അതോടൊപ്പം തന്നെ ബാക്കി 50% നമുക്ക് നമ്മുടെ പെൻഷനായിട്ട് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നൊരു സംവിധാനമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സേവിങ്സ് ആണ്. 10% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10% സർക്കാർ നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു സംവിധാനം. നിർബന്ധം എല്ലാവരും കൊടുക്കേണ്ടതാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട്. പിന്നെ അടുത്തതാണ് മെഡിസെപ്പ്, അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സർക്കാർ പുതുതായിട്ട് തുടങ്ങിയ 2 വർഷം മുമ്പ് പുതുതായിട്ട് തുടങ്ങിയ സംവിധാനമാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത്. അതായത് സർക്കാർ ജീവനക്കാർക്ക് ഹെൽത്ത് സംബന്ധമായിട്ടൊരു സഹായങ്ങൾക്ക് വേണ്ടി രൂപം കൊടുത്ത ഇൻഷുറൻസ്. ഏകദേശം 3 ലക്ഷത്തോളം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്ന സംവിധാനമാണ് മെഡിസെപ്പ് പദ്ധതി. അപ്പോൾ അതിനെല്ലാവരും കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും 500 രൂപ, ഒരു LP UP ഏകദേശം 500 രൂപ ടീച്ചർ മാസത്തിൽ നമ്മുടെ മെഡിസെപ്പ് തുകയായിട്ട് മാറ്റി വെക്കേണ്ടതിന്. പിന്നെ അതോടൊപ്പം തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് നിർബന്ധമായിട്ടും നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഫണ്ടാണ് പ്രൊവിഡൻറ്റ് ഫണ്ട്. 6% നമ്മുടെ സാലറിയുടെ
സാലറിയുടെ 6% നിർബന്ധമായിട്ടും അത് മിനിമം നമ്മൾ PF ആയിട്ട് കൊടുക്കണം. അപ്പോൾ 2136 LP ടീച്ചർ PF ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ട് നമ്മളൊരു മാസം സർക്കാർ നമ്മൾ അങ്ങോട്ട് നേരത്തെ പറഞ്ഞ DA HR ആനുകൂല്യം നമ്മൾ ഇങ്ങോട്ട് പോകാൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കട്ടിങ്ങുകളാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കട്ടിങ്ങുകൾ. അപ്പോൾ ടോട്ടലി ഏകദേശം ഇവിടെ നമുക്ക് ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ടീച്ചറിന് 7845 രൂപ ഏകദേശം സർക്കാർ നമ്മൾ അങ്ങോട്ട് കട്ടിംഗ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഏകദേശം എല്ലാ മേഖലയാണ് ഇതിൽ ഏകദേശം ഒരു 500-1000 സംതിങ് മാത്രമേ ഡിഫറൻറ്റ് വരുള്ളൂ. അപ്പോൾ ഏകദേശം 7000-ൻ്റെയും ഒരു 8500-ൻ്റെയും ഇടയിൽ വരുന്ന ഒരു തുകയായിരിക്കും നമുക്ക് ഏകദേശം നമ്മൾ സർക്കാർ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഗ്രോസ് പേ ആയിട്ടുള്ള 39,516 നിന്ന് നമ്മളിപ്പോൾ ഇവിടെ സർക്കാർ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട കട്ടിംഗ് ആയിട്ടുള്ള 7845 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു സർക്കാർ ടീച്ചർക്ക് കയ്യിൽ ലഭിക്കുന്ന ശമ്പളമാണ് 31,671 രൂപയാണ് നമുക്ക് ഒരു സർക്കാർ സ്കൂൾ ടീച്ചർക്ക് ലഭിക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ മുനിസിപ്പാലിറ്റി അതേപോലെ തന്നെ ജില്ല തുടങ്ങിയത് ഏകദേശം ഒരു 1500-2000 അടുത്ത് മാത്രമാണ് വ്യത്യാസം വരിക. അപ്പോൾ ഏകദേശം 31,500-ൻ്റെയും അതേപോലെ 32,500-ൻ്റെയും ഇടയിലുള്ള സാലറി ആയിരിക്കും ഒരു LP UP സ്കൂൾ ടീച്ചർക്ക് ഒരു മാസം ലഭിക്കുന്ന ശമ്പളം. ഇനി ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ വർഷം നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു സർക്കാർ സ്കൂൾ ടീച്ചർക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് ഓരോ വർഷം ഏകദേശം 900 രൂപയോളം നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ ഒരു സാലറിയുടെ കൂടെ നമ്മൾ ഓരോ വർഷം നമ്മൾ കൂട്ടേണ്ടത് 900 രൂപ നമുക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് ലഭിക്കും. ഇനി അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണം, അതായത് ശ്രദ്ധിക്കേണ്ട ഓരോ 5 വർഷം കൂടുമ്പോൾ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കരണം കൂടി ലഭിക്കും. അപ്പോൾ നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു 5% ശമ്പള പരിഷ്കരണം കൂടി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു 5 വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ശമ്പളം കൂടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു സർക്കാർ ജോലി അതോടൊപ്പം തന്നെ ഒരു സർക്കാർ തലത്തിൽ ഒരു ടീച്ചർ എന്നതുള്ള ഒരു തസ്തിക എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തിക തന്നെയാണ്. നമ്മൾ ഈ ഒരു ശമ്പളം നമ്മൾ ബേസിക് പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഇത്ര ശമ്പളമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു ടീച്ചർ റിട്ടയർഡ് ആവുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ചു നല്ലൊരു തുക തന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ ടീച്ചർക്ക് റിട്ടയർഡ് ആവുന്ന സമയത്ത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാടിനും സമൂഹത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഏറ്റവും കൂടുതൽ സർവീസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു ഉന്നതമായിട്ടുള്ളൊരു തസ്തികയാണ് ടീച്ചർ എന്ന് പറയുന്നത്. ടീച്ചർ എന്ന് പറയുമ്പോൾ ആ ടീച്ചർക്കുള്ള റെസ്പെക്റ്റ് സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ശമ്പളവും നമുക്കുള്ള ആനുകൂല്യങ്ങളും നമ്മുടെ പ്രസ്റ്റേജും ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിലവിൽ LP UP സ്കൂൾ അധ്യാപകരാകുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ വളരെ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കണ്ട് നമ്മൾ പഠിക്കുക. എൻ്റെ ശമ്പളം 32,000 മാത്രമാണെന്ന് കരുതുന്നതിന് പകരം ഇവിടെ നമുക്ക് ലഭിക്കുന്ന പല ആനുകൂല്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് ഒരു മാസം നമുക്ക് ഫസ്റ്റ് ഇയറിൽ ലഭിക്കുന്ന ശമ്പളം മാത്രമാണിത്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളൊക്കെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു ടീച്ചർ എന്നുള്ള ഒരു സർക്കാർ സ്കൂളിലെ ടീച്ചർ എന്നുള്ള നേട്ടം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഈ വരുന്ന മാസങ്ങൾ, അതായത് നിങ്ങളുടെ മുമ്പുള്ള ഏകദേശം 3-4 മാസങ്ങൾ വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നിങ്ങൾ സിലബസ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക. പരമാവധി എത്രത്തോളം നിങ്ങൾക്ക് സിലബസ് നിങ്ങൾ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ വെച്ച് ഈ വരുന്ന മാസങ്ങൾ നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു സർക്കാർ തലത്തിൽ ഒരു മികച്ച ഒരു അധ്യാപകരാകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നാടിനും സമൂഹത്തിനും കുടുംബത്തിനും എല്ലാ മേഖലയിലും ഉപകാരപ്പെടുന്ന ഒരു നല്ല ഒരു അധ്യാപകരാകുവാനും നമ്മുടെ നാടിനും സമൂഹത്തിനും മാറ്റിമറിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുവാനും ഉതകുന്ന തരത്തിലുള്ള ഒരു മികച്ച അധ്യാപകരാകുവാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.